പ്രൊഫഷണലി വേറെയാണ്, ചാർട്ടേഡ് അക്കൗണ്ട് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഡേ ഫുൾ അദ്ദേഹം ആ ജോലിയും ചെയ്തിട്ടാണ് വൈകുന്നേരങ്ങളിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ബാൻഡ് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഇരുന്നിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പാട്ടിന് വേണ്ടിയിട്ട് ഇവർ വർക്ക് ചെയ്ത് ഇങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു 2 months ഗ്യാപ്പ്, ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടിലേക്ക്, കാരണം ഇത്രയും പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അതെ റൈറ്റ്, അതുകൊണ്ട് ഇത്രയും ടൈം എടുത്തിട്ട് അടുത്തിടുന്നു. അപ്പൊ എന്നിട്ട് അത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇനി വേണം എന്ന് പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണം തോന്നുമല്ലോ, അതുകൊണ്ടാണ് ബോർ അടിക്കാതിരിക്കാൻ അദ്ദേഹം ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഓരോ റീൽസ്. അത് മാത്രമല്ല ചേച്ചി, ഇങ്ങനെയുള്ളവരെ കുറച്ചുകൂടി ആളുകൾ അറിയണം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഇദ്ദേഹത്തെ പറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തണം, ആളുകൾ അറിയണമെങ്കിൽ കുറച്ചു പേർക്കിലേക്ക് ഇതുപോലെ മ്യൂസിക്കിനാണെങ്കിലും വേറെ എന്തിനാണെങ്കിലും പാഷനേറ്റ് ആയവര്, ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ ആളൊരു ജോബ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയായിരിക്കും. ഇത്രയും വലിയ കാര്യമല്ലേ ആള് ചെയ്യുന്നത്, അത് മ്യൂസിക് ലവേഴ്സിനൊക്കെ ഭയങ്കര ഒരു പ്രചോദനം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും, ശരിക്കും ഭയങ്കര ഒരു, നമുക്ക് ഇപ്പൊ കേട്ടപ്പോ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെ തോന്നില്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ, അതെല്ലാം ചെയ്യുന്നത്, ആൻഡ് എല്ലാ വീഡിയോസും വളരെ നീറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കാലിബർ അനുസരിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ആ റെൻഡിഷനൊക്കെ കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തിന് പറ്റുന്ന പോലെ ശരിക്കും ഒരു സിൻസിയർ ലവറാണ്.